ബ്രാൻഡ് ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്നതും അത് വളരെയധികം തന്നെ ദുഃഖമായ ഒന്നാണെന്നും പറഞ്ഞെത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരമായ ബിന്നി. ബിന്നിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിന്നി പറയുന്ന പലതും കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് പോലും അത് വളരെയധികം തന്നെ വിഷമമായി മാറുന്നു. ബിന്നിയുടെയും നൂബിൻ്റെയും ആരാധകർക്ക് ഇതൊരു സങ്കടം തന്നെയാണ്. എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ബിന്നിയുടെയും നൂബിൻ്റെയും വാക്കുകളിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രത്തോളം കഷ്ടപ്പെട്ടൊരു മാസം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് ബിന്നിയും നൂബിനും പറയുന്നത്. ഏറ്റവും നല്ല കാര്യം നടന്നതും കഴിഞ്ഞ മാസം തന്നെയാണ്. ചിലപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നടക്കുന്നതാണ് ജീവിതമെന്ന് മനസ്സിലാക്കിപ്പിച്ചു തരാനായിരിക്കും ഒരു പക്ഷേ എന്നുകൂടി ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. ഏറ്റവും കഷ്ടപ്പെട്ടതും കഴിഞ്ഞ മാസം തന്നെയാണ്. ഞങ്ങളുടെ സാരി ബ്രാൻഡ് കഴിഞ്ഞ മാസമാണ് ലോഞ്ച് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കായി ഒരുപാട് ഓടി നട്ടം തിരിഞ്ഞു. മാനസികമായി മാത്രമല്ല സാമ്പത്തികമായും ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുകൂടി പറയണമല്ലോ. കയ്യിൽ കാശുണ്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവസാനം ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ടി വന്നു. അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നല്ല ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ബ്രാൻഡ് തുടങ്ങണമെന്ന് കരുതിയതാണ്. പക്ഷേ വിചാരിച്ച പോലതൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അതാണ് യഥാർത്ഥത്തിലെ പ്രശ്നം. എല്ലാവരെയും ഫംഗ്ഷന് ക്ഷണിച്ചിരുന്നു. എല്ലാവരും എത്തുകയും ചെയ്തു. പക്ഷേ ബാലൻസ് ഷോപ്പ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ വന്നു. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും കടം വാങ്ങിയാൽ അത് നമ്മളെ എത്ര ഡൗൺ ആക്കുമെന്ന് നിങ്ങൾക്കും അറിയാം. ഫിനാൻഷ്യലി ഒരുപാട് ബ്ലോക്ക് വന്നു എന്നതാണ് പ്രശ്നങ്ങളുടെ കാരണം. അങ്ങനെ കടം വാങ്ങി. അതിനിടയിൽ എനിക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. നൂബിനെല്ലാം മാനേജ് ചെയ്യാൻ കഴിയാതെയായി. രണ്ടുപേരും കൂടിയാണ് സാരി ബ്രാൻഡ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്നതെന്ന് ഞങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചു പോയി. സമയം ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ കണ്ണേറ് കിട്ടിയതെന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞു. പതിയെ മാറുമെന്ന് കരുതിയെങ്കിലും തുടരെ സ്ട്രഗിൾ വന്നുകൊണ്ടിരുന്നു. അതിനൊരു മാറ്റവും വന്നില്ല. അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ചിലപ്പോൾ സഹിക്കാൻ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സഹനശക്തി കൂടിയത് തന്നെ ആയിരിക്കാം. ആരെയെങ്കിലും കൺസൾട്ട് ചെയ്യാമെന്ന് ഫ്രണ്ട്സ് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആസ്ട്രോടോക്ക് വഴി ഒരു ജ്യോതിഷിയുമായി സംസാരിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയാം. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പറയും മുൻപ് ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ചില കാര്യങ്ങൾ അനുസരിച്ച് ചെയ്തു. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി. ബ്രാൻഡ് മനോഹരമായി ലോഞ്ച് ചെയ്യാൻ പറ്റി. എനിക്ക് മുൻപ് വിശ്വാസമില്ലായിരുന്നു. ഒരു പ്രശ്ന പരിഹാരം കിട്ടും അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആസ്ട്രോ ടാപ്പ് ഉപയോഗിക്കാമെന്നാണ് ഇരുവരും പറഞ്ഞത്. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒന്ന് തന്നെയാണ് ആസ്ട്രോ ടോക്ക് ആപ്പ്. പക്ഷേ ഇതൊരു സ്കാം ആണെന്ന് പലർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. പലർക്കും ഈ ഒരു കാര്യത്തെപ്പറ്റി സംശയങ്ങളുണ്ടാവും. പലരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടാവും. ഓരോ തവണയും ഓരോ പക്ഷത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത കേൾക്കുന്നത്. ആസ്ട്രോടോക്ക് വഴി തന്നെയാണ് തൻ്റെ ജീവിതം മാറിയതെന്ന് ഇവർ പറയുന്നു. എന്നാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവമെന്ന് എല്ലാവർക്കും ഇപ്പോഴും കൃത്യമായി അറിയില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.